ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏലക്കൃഷി ആണ് ഇന്ന് ആളുകൾ മുഖ്യമായിട്ടും കയറഞ്ചിനെ സംബന്ധിച്ച് ഒരു മുഖ്യ വരുമാന മാർഗം. എന്നാൽ ഏലക്കൃഷി ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ, വളം ചെയ്ത്ത്, വേനൽക്കാലത്തെ പരിചരണം, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ. വേനൽക്കാലത്ത് നനയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന സംവിധാനം നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഏലം നിങ്ങൾക്ക് എൻ്റെ കാണാൻ കഴിയും. ഇതാണ് ഏലം. ഇതെല്ലാം വളം കലക്കി ഒഴിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൽ പെടുന്നതാണിത്. ഇത് 2000 ലിറ്ററിൻ്റെ ഒരു ബാരലാണ്, ടാങ്ക്, വാട്ടർ ടാങ്ക്. അപ്പോൾ ഈ എൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഞാനിത് മണ്ണിൽ കുഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ. ഇതൊക്കെ സാധാരണ ആളുകൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് എന്താ പ്രത്യേകത എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിനകത്ത് എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാനിതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അടിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് മുകളിലേക്ക് പിന്നെ ആ ടാങ്കിൽ നിന്ന് നിറഞ്ഞു കിടക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്ര ഉള്ളതുകൊണ്ട് വെള്ളത്തിന് ഫോഴ്സ് കൂടുതലുണ്ടാകും താഴേക്ക്. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു വാൽവ്, ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ വാൽവ് ഓൺ ചെയ്താൽ താഴേക്ക് വെള്ളം പോകും. താഴേക്ക് വെള്ളം പോയിട്ട് ആ വെള്ളം ഞാൻ വേറൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യഥേഷ്ടം ആവശ്യാനുസരണം കുത്തി നനയ്ക്കാൻ പാകത്തിനുള്ള സംവിധാനം, നനയ്ക്കാനോ അതല്ലെങ്കിൽ വളം കലക്കി ഒഴിക്കാനോ ഉള്ള സംവിധാനത്തിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഏലം നനയ്ക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നിങ്ങളോട്. അപ്പോൾ ഞാൻ ഇത് അടുത്ത സമയത്ത് നനച്ചതാണ്. അപ്പോൾ നനച്ച തോട്ടത്തിൽ ഞാൻ നനയ്ക്കുമ്പോൾ പൊതയിട്ടിട്ടുണ്ട്. പക്ഷേ നനയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടഭാഗം നനച്ചു കൊടുക്കും. ഇതുണ്ടോ, വേനലല്ല. അപ്പോൾ അതിൻ്റെ ഈ 4 ഏലത്തിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ നനച്ച കയറി പോണേ. അങ്ങനെ നനയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഇപ്പോൾ ഈ കീടങ്ങൾ സ്വാഭാവികമായിട്ട് വേനൽക്കാലത്ത് എവിടെ നനവുണ്ടോ അങ്ങോട്ട് കൂട്ടം കൂടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. അപ്പോൾ നമ്മൾ ചുവട് മാത്രം നനയ്ക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ കുറവായതുകൊണ്ട് ചുവട് മാത്രം നനയ്ക്കും. ചുവട് മാത്രം നനയ്ക്കുമ്പോൾ അവിടെ തണുപ്പുള്ളതുകൊണ്ട് ഒത്തിരി ബാക്ടീരിയയും കീടങ്ങളും വെള്ളത്തെ ആശ്രയിച്ചും ഒക്കെയുള്ള കീടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തണുപ്പ് പറ്റി അങ്ങോട്ട് കയറി വരും. അപ്പോൾ ചുവട്ടിൽ കീടത്തിൻ്റെ ആക്രമണം കൂടുന്നത് നമുക്ക് ഏലത്തിന് രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അറിവിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നനച്ചു കൊടുക്കുന്നു. ചുവട് ജസ്റ്റ് ഒന്ന് നനയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ നനയ്ക്കുന്നത് മൊത്തത്തിലുള്ള ഭാഗങ്ങളാണ്, ബാക്കിയുള്ള ഭാഗങ്ങളാണ്, ഇടഭാഗങ്ങൾ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിലുള്ള പ്രയോജനമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് വരുന്ന കണക്ഷൻ ഇതുണ്ടേ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കാണ്. ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ആ മെയിൻ ടാങ്കിൽ നിന്ന് വരുന്ന ഹോസ് ഇതേ കൊടുത്തേക്കുന്നു. ഇതുണ്ട്, ഇത് മെയിൻ ഹോസ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഈ വാൽവേയിൽ നിന്ന് നമുക്ക് യഥേഷ്ടം. അപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗം അടിച്ച് ഈ ഒരു പ്രദേശം ഞാൻ മൊത്തത്തിൽ വളം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കണക്ഷൻ പറിച്ച് അടുത്ത സ്ഥലത്ത് കൊടുക്കും. തൊട്ട് താഴേക്ക് വേറെ കണക്ഷനുണ്ട്. അപ്പോൾ ഈ ഹോസ് 35 മീറ്ററിൻ്റെ ഒരു ഹോസാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ആ 35 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ അടുത്ത കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഈ 35 മീറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോസ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ 35 മീറ്ററിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഹോസിൻ്റെ ഒരു പരമാവധി എന്തോ നീളം വരുമോ അവിടെ മറ്റൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് വന്ന് കുത്തി പിന്നെ താഴേക്കുള്ള ഭാഗം ആക്കി നനയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ ഇതിനകത്ത് വളം കലക്കി ഒഴിക്കാം, അതോടൊപ്പം തന്നെ നനയ്ക്കുകയും ചെയ്യാം. 2 പരിപാടി നമുക്ക് ഇതിനകത്ത് നടക്കും. വളം ഒന്നിച്ച് കലക്കാൻ പറ്റും. 2000-ൻ്റെ ടാങ്കാണ് അത്, ഒന്നിച്ച് കലക്കാം. അങ്ങനെയുള്ള സംഗതിയുണ്ട്. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കളിക്കാൻ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആ പരിപാടി അങ്ങനെ തീരും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാനുള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വളം കലക്കി ഒഴിക്കുമ്പോൾ ഗ്രാവിറ്റിയിൽ വെള്ളം സാധാരണയായിട്ട് ആളുകൾ എടുക്കുന്ന ടാങ്ക് ആളുകൾക്കെല്ലാം മുകളിൽ പറമ്പ് അവരുടെ ഒരു പ്രോപ്പർട്ടി ചെരിമ്പുള്ളതാണെങ്കിൽ ഏറ്റവും ടോപ്പിലാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അത് കറക്റ്റ്, ഓക്കെ. പക്ഷേ അവരെല്ലാം മിക്കവാറും അതിൻ്റെ ടോപ്പിൽ നിന്നാണ്, അതിൻ്റെ മുകളിൽ കൂടെയാണ് ഓസ് ഇടാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിനിടയ്ക്ക് എയർ കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രണ്ടാമത് ഗ്രാവിറ്റിയിൽ വെള്ളം വലിച്ചെടുക്കാൻ പ്രയാസമാണ്. പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ കുറേ താമസമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അടിയിൽ നിന്ന് ചെയ്തത്. അടിയിൽ നിന്ന് നമ്മളങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം തള്ളിപ്പോരും, എയറിൻ്റെ പ്രശ്നം വരത്തില്ല. ആ വെള്ളം തീരണോണം വരെയും, ആ ടാങ്കിലെ വെള്ളം തീരണോണം വരെയും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നല്ല ഫ്ലോ കിട്ടും. ഇടയ്ക്ക് കയറിപ്പോയി പിന്നെ എയർ ബ്ലോക്ക് നീക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ തന്നെ ആൾക്കിത് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഓസ് ചെയ്തേക്കുന്നത്, പിന്നെ ഈ ഓസ് ഉണ്ടല്ലോ,
ഇതിൻ്റെ എൻ്റെ അവിടെ ഒരു വാൽവുണ്ട്. ആ വാൽവ് അടച്ചു വെച്ചിട്ടാണ് സാധാരണയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോഴാണ് ഇതിനകത്ത് വെള്ളം വരത്തുള്ളൂ. പിന്നെ തന്നെ അങ്ങ് താഴെയാണ് വെള്ളത്തിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ ഹോസ് തന്നെ അതിനും ഉപയോഗിക്കും. ആ വാൽവ് അവിടെ തുറന്നിട്ട് മുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റിയിട്ട് പിന്നീട് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇടയ്ക്കുന്ന് എടുത്ത് ഞാൻ നെറ്റ് വിടും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള സംഗതി. അപ്പോൾ ഏതായാലും ഇതാണ് എൻ്റെ രീതി. പിന്നെ ഞാൻ ഇന്ന് വളം കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കലക്കി ഒഴിക്കുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ പറയാം. അപ്പോൾ ഇന്നെനിക്ക് ഇത് കലക്കി ഒഴിക്കണം. അപ്പോൾ വളം കലക്കിയിട്ട് ഞാൻ ഇതുപോലെ നിറയണം വരുന്നതിനകത്ത് വെള്ളം സ്റ്റോക്ക് ചെയ്യും. താഴെ വെള്ളം അടിച്ച് കയറ്റി ഈ ടാങ്കിൽ ഒന്നിച്ച് കലക്കും. അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കലക്കും. ഒന്നിച്ച് തയ്യാറില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കലക്കും. കലക്കിയിട്ട് എളുപ്പത്തിൽ ഒഴിക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. ബക്കറ്റൊക്കെ ഓരോ ബക്കറ്റ് ഒഴിക്കാനുള്ള സാഹസമായ സംഗതി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഇതിൻ്റെ അറ്റത്ത് വാൽവുണ്ട് ഉണ്ടോ. അപ്പോൾ ആ വാൽവ് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്ത് ഓരോന്ന് ചവിട്ടിക്കൂടെ ഒഴിക്കാം. നമ്മൾ 10 ലിറ്ററോ അല്ലെങ്കിൽ 7 ലിറ്ററാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഏകദേശം അളവ് കണക്കാക്കിയിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിന്ന് കലക്കി ഒഴിക്കുന്നത് ഇപ്പോൾ വേനൽക്കായതുകൊണ്ട് രാസവളം ഒട്ടും ഉപയോഗിക്കാറില്ല. കാരണം വേരിനത് കംപ്ലയിൻറ്റ് വരുമല്ലോ. അതുകൊണ്ട് ജൈവവളത്തിൽപ്പെടുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്, കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മുതൽ ചെയ്യാറുള്ള സംഗതിയാണ്. കാലിത്തീറ്റയാണ് കലക്കി ഒഴിക്കുന്നത്. കാലിത്തീറ്റ പറഞ്ഞാൽ KS കമ്പനിയുടെ സുപ്രീം എന്ന കാലിത്തീറ്റയുണ്ട്. എന്തിനാണ് കാലിത്തീറ്റ തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ അതിന് ഗുണമുണ്ട്. ആ പാക്കറ്റിൽ തന്നെ നമുക്ക് ഒമേഗ 1, 2, 3 ഉണ്ട്, 12 ഫാറ്റി ആസിഡ്, അതോടൊപ്പം തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഫൈബർ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഫൈബറൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ലെങ്കിലും ബാക്കിയുള്ള ഘടകങ്ങൾ ഇതിന് ആവശ്യമുണ്ട്. ഒമേഗ 3 ഇതിങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ഞാനിത് ഇതിനു മുമ്പ് കലക്കി ഒഴിച്ച് നല്ല റിസൾട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു അങ്ങനെ. അപ്പോൾ അവരങ്ങനെ സ്ഥിരമായിട്ട് അതാ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 വർഷം മുമ്പ് തുടങ്ങിയതാണ് അങ്ങനെ ഒരു പരീക്ഷണം. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത റിസൾട്ട് എനിക്കുണ്ട്. വേരിനും കംപ്ലയിൻറ്റ് വരത്തില്ല. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും. സൂക്ഷ്മമൂലകങ്ങളൊക്കെ ഒത്തിരി അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ആ രീതി അവലംബിക്കുന്നത്. അപ്പോൾ അതിന് വിലയും കുറവാണ്. കാരണം ഇപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ചില്ലറ മേടിക്കുന്നത് 32 രൂപ, ചാക്കോട് കൂടി മേടിക്കുകയാണെങ്കിൽ 30 രൂപ സംതിങ് നമുക്ക് വില വരത്തുള്ളൂ. 50 ചാക്കം എടുത്തിട്ട് അത് 2 ദിവസം മുമ്പ് അത് വെള്ളത്തിൽ ഇതുപോലുള്ള ബാരലിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിടും. എന്നിട്ട് പിന്നെ അതെല്ലാം അലുത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ കൂട്ടി ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കടലപ്പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ. പിന്നെ ഈ ഉറുമ്പൊക്കെ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ശകലം ചാണകവും. കടലപ്പിണ്ണാക്കിൻ്റെ ഒരു ഗന്ധം ഉറുമ്പുകൾക്ക് ആകർഷിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2000 ലിറ്ററിലേക്ക് 10 കിലോ ചാണകം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചെടിക്ക് ഒരു 100 ഗ്രാം കിട്ടത്തക്ക അളവിലാണ് ഞാൻ കടലപ്പിണ്ണാക്കും കാലിത്തീറ്റയും രണ്ടും കൂടി 20 അങ്ങനെയുള്ള ഒരു കണക്കാണ് ഞാൻ അവലംബിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ലാതെ ചെടികൾ നിൽക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വിവരങ്ങൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വലിയ കമൻറ്റ് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.